ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു തിയറമാണ്. തിയറം നമ്മൾ ഓയിലേഴ്സ് തിയറത്തിന്റെ ആപ്ലിക്കേഷൻ പോലെ പറയുന്ന ഒരു തിയറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. തിയറം പറയുന്നത് there are only 5 regular simple polyhedra. അതായത് ഓൺലി 5 റെഗുലർ സിമ്പിൾ പോളിഹെഡ്ര മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ എന്നാണ് തിയറം പറയുന്നത്. ഓക്കെ, അപ്പൊ അതെങ്ങനെയാന്നുള്ളത് നമുക്ക് നോക്കാം. ഓൺലി 5 എന്ന് പറയുമ്പോൾ എങ്ങനെയൊക്കെ വരാം എന്നുള്ളത് നമുക്ക് നോക്കാം. അതിന്റെ പോസിബിലിറ്റീസ് ഡിസ്കസ് ചെയ്യണം. സോ സപ്പോസ് എസ് ഈസ് എ പോളിഹെഡ്ര. എസ് ഈസ് എ പോളിഹെഡ്ര. എസ് ഒരു പോളിഹെഡ്ര ആണെന്ന് വിചാരിക്കുക. ആൻഡ് വി എന്ന് പറയുന്നത് അതിന്റെ നമ്പർ ഓഫ് വെർട്ടീസസ് ആണ്. ഇ എന്ന് പറയുന്നത് നമ്പർ ഓഫ് എഡ്ജസ് ആണ്. എഫ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഫേസസ് ആണ്. ഓക്കെ, എസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഫേസസ് ആണ്. സോ ഇവിടെ നമുക്ക് റിലേഷൻ മാത്രം അറിഞ്ഞാൽ മതി. അതിനുവേണ്ടി ഫസ്റ്റ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ഒരു നമ്പർ ആണ് എം എന്ന് പറയുന്നത്. എം എന്ന് പറയുന്നത് ഡിനോട്ട് ദി നമ്പർ ഓഫ് എഡ്ജസ് meeting at a vertex. അതായത് എം എന്ന് പറയുന്നത് ഒരു വെർട്ടെക്സിൽ മീറ്റ് ചെയ്യുന്ന എഡ്ജുകളുടെ എണ്ണം. ഓക്കെ, അപ്പൊ ആകെ എത്ര വെർട്ടെക്സ് ഉണ്ട്? വി വെർട്ടെക്സ് ഉണ്ട്. അപ്പൊ എം എന്ന് പറഞ്ഞതാണ് ഒരു വെർട്ടെക്സിൽ എത്ര എഡ്ജസ് മീറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ ആകെ വി വെർട്ടെക്സ് ഉണ്ടെങ്കിൽ എം വി എന്ന് പറയുന്ന നമ്പർ എന്തായിരിക്കും? എം വി എന്ന് പറയുന്ന നമ്പർ എഡ്ജുകളുടെ എണ്ണമായിരിക്കും, അല്ലെ? എഡ്ജുകളുടെ എണ്ണമായിരിക്കും. പക്ഷെ അതൊരു വ്യത്യാസമുണ്ട്. ടോട്ടൽ നമ്പർ, ആകെ നമ്പർ ഓഫ് എഡ്ജസ് എന്താണ്? ഇ ആണുള്ളത്. ഓക്കെ, ടോട്ടൽ നമ്പർ ഓഫ് എഡ്ജസ് എന്താണ്? ഇ ആണ്. എം വി എന്ന് പറയുമ്പോ അപ്പൊ എന്തായിരിക്കും? 2e ആയിരിക്കും. ഓക്കെ, ഓർ നമുക്ക് അറിയാം ഒരു വെർട്ടെക്സ് എടുത്തു. ഈ വെർട്ടെക്സിൽ മീറ്റ് ചെയ്യുന്ന എഡ്ജുകളുടെ എണ്ണാണ് എന്ത്? എം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും ഇവിടെ ഒരു എഡ്ജ് ഉണ്ടായിരിക്കും, അല്ലെ? ഇവിടെ ഒരു വെർട്ടെക്സ് ഉണ്ടായിരിക്കും. അപ്പൊ ഒരു എഡ്ജിന് എത്ര ഉണ്ടായിരിക്കും? രണ്ട് വെർട്ടെക്സുകൾ ചെയ്യുന്നതാണ്, ജോയിൻ ചെയ്യുന്നതാണ് എന്ത്? ഒരു എഡ്ജ് എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ എഡ്ജുകളുടെ ഇന്റർസെക്ഷൻ ആണ് എന്ത്? വെർട്ടെക്സ് എന്ന് പറയുന്നത്. ഓക്കെ, എഡ്ജുകളുടെ ഇന്റർസെക്ഷൻ ആണ് വെർട്ടെക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു വെർട്ടെക്സിൽ എന്തായാലും എന്തുണ്ടായിരിക്കും? രണ്ട് എഡ്ജ് എന്തായാലും ഉണ്ടായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ ഒരു വെർട്ടെക്സിലേക്ക് ഒരു എഡ്ജ് ജോയിൻ ചെയ്യുമ്പോൾ ആ എഡ്ജിനടുത്ത് വേറൊരു വെർട്ടെക്സ് ഉണ്ടായിരിക്കും. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് എഡ്ജ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? എം വി ബൈ 2. സോ ഇവിടെ നമുക്ക് ഒരു റിലേഷൻ കിട്ടിയത് 2e is equal to mv. സിമിലർലി നമ്മൾ വേറൊരു റിലേഷൻ നോക്കുകയാണ്. n എന്ന് പറയുന്ന നമ്പർ എടുക്കുകയാണ്. n is the number of edges of each face. Okay, number of edges of each face. For example, നമ്മൾ ഒരു ടെട്രാഹൈഡ്രൺ നോക്കുക. ടെട്രാഹൈഡ്രൺ നോക്കുമ്പോൾ ഈ ഫ്രണ്ടിലുള്ള ഫേസ് ഉണ്ട്, ഈ സൈഡിലുള്ള ഫേസ് ഉണ്ട്. ഇന്റർസെക്ഷനിൽ എന്തുണ്ട്? ഒരു കോമൺ ആയിട്ടുള്ള ഒരു എഡ്ജ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഒരു റെഗുലർ പോളിഹെഡ്രന്റെ ഏത് രണ്ട് ഫേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും അതിന്റെ ഇന്റർസെക്ഷൻ എന്തുണ്ടായിരിക്കും? കോമൺ ആയിട്ട് ഒരു എഡ്ജ് ഉണ്ടായിരിക്കും. സോ n എന്നുള്ള നമ്പർ ഓഫ് എഡ്ജസ് ഓഫ് ഈച്ച് ഫേസ് എന്ന് പറയുമ്പോൾ nf എന്നുള്ളത് എന്തായിരിക്കും? nf എന്നുള്ളത് എഡ്ജുകളുടെ എണ്ണമായിരിക്കും, അല്ലെ? എഡ്ജുകളുടെ എണ്ണമായിരിക്കും. ആൻഡ് ടോട്ടൽ നമ്പർ ഓഫ് രണ്ട് ഫേസുകൾക്കിടയിൽ ഒരു കോമൺ എഡ്ജ് ഉണ്ടെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് എഡ്ജ് എന്തായിരിക്കും? nf by 2. ടോട്ടൽ നമ്പർ ഓഫ് എഡ്ജ് എന്തായിരിക്കും? nf by 2. സോ നമുക്ക് എന്ത് പറയാം? nf is equal to 2e. സോ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? ഒരു റിലേഷൻ കിട്ടി. വിയും എഫും ഇയും തമ്മിലുള്ള ഒരു റിലേഷൻ കിട്ടി. nf equal to 2e is equal to mv. ഇവിടെ നോക്കാം. ഇനി നമുക്കറിയാം ബൈ ഓയിലർ തിയറം v minus e plus f is equal to 2 ആണ്. ഇവിടെ കൊടുക്കുമ്പോൾ വിയെയും ഇനെയും നമ്മൾ എന്ത് ചെയ്തു? എഫിന്റെ ടേംസിൽ എഴുതുകയാണ്. സോ v can be written as nf by m. Okay, this implies that nf by m minus e എങ്ങനെ എഴുതാം?
എഫിന്റെ ടൈമിൽ എഴുതുമ്പോൾ NF/2 പ്ലസ് F ഈക്വൽ ടു 2. ഓക്കെ, ഇതിന്ന് എഫ് കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ F ഇൻറ്റു N/M മൈനസ് N/2 പ്ലസ് 1 ഈക്വൽ ടു 2. ആൻഡ് LCM എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അതായത് നമുക്ക് 2n മൈനസ് mn പ്ലസ് 2m ഈക്വൽ ടു 4m എന്ന് കിട്ടും. ഓക്കെ, f into 2n minus mn plus 2m is equal to 4m. Now this is greater than 0 അല്ലെ? This is greater than 0. See, m എന്ന് പറഞ്ഞ നമ്പർ ആണ്. ഓക്കെ, നമ്പർ ഓഫ് ഒരു എണ്ണമാണ് പറയുന്നത്. സോ ദിസ് ബിലോങ്സ് ടു നാച്ചുറൽ നമ്പേഴ്സ്. സോ ദിസ് ഇസ് ഗ്രേറ്റർ ദാൻ 0. ഇനി f എന്ന് പറയുന്നത് എന്താണ്? ഇതും ഗ്രേറ്റർ ദാൻ 0 ആണ്, കാരണം നമ്പർ ഓഫ് ഫേസസ് ആണ്, നമ്പർ ആണ് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ f must be greater than 0. സോ ഈ നമ്പർ f ഇൻറ്റു ഈ നമ്പർ എന്തായാലും എന്താ പറ്റുള്ളൂ? 2n മൈനസ് mn പ്ലസ് 2m should be greater than 0. ഇതെന്തായാലും greater than 0 ആയേ പറ്റുള്ളൂ. ഓക്കെ, സോ ഇവിടെ നമുക്ക് എന്ത് പറയാം? 2n മൈനസ് mn പ്ലസ് 2m greater than 0 ആണ്. സോ നമുക്ക് ഇവിടുന്ന് 2m is greater than mn മൈനസ് 2n എന്ന് പറയാം. ആൻഡ് 2m is greater than n into m minus 2 എന്ന് പറയാം. ഓക്കെ, n into m minus 2. Now n എന്ന് പറഞ്ഞാൽ എന്താണ്? n is the number of edges, number of faces അല്ലെ? n is the number of edges of each face. ഓരോ ഫേസിന്റെ നമ്പർ ഓഫ് എഡ്ജസ് ആണ്. സോ ഒരു ഫേസ് എടുത്തു n ഈക്വൽ ടു 1 ആവാൻ പറ്റുമോ? n ഈക്വൽ ടു 1 ആയി കഴിഞ്ഞാൽ അവിടെ ഫേസ് ഇല്ല അല്ലെ? ഫേസ് ഇല്ല. n ഈക്വൽ ടു 2 ആയാലോ? n ഈക്വൽ ടു 2 ആയി കഴിഞ്ഞാൽ ഇങ്ങനെ നിൽക്കുള്ളൂ, ഫേസ് ഉണ്ടാവില്ല. അപ്പൊ മിനിമം ഫേസ് ആവണമെന്നുണ്ടെങ്കിൽ n എന്തായേ പറ്റുള്ളൂ? അറ്റ്ലീസ്റ്റ് 3 ആയേ പറ്റുള്ളൂ. സോ n must be greater than or equal to 3. n is greater than or equal to 3 ആയേ പറ്റുള്ളൂ. ഓക്കെ, n നമ്പർ ഓഫ് എഡ്ജസ് ഓഫ് ഈച്ച് ഫേസ് ആവണമെന്നുണ്ടെങ്കിൽ ഓരോ ഫേസിന്റെ എഡ്ജസിന്റെ നമ്പർ ആവണമെന്നുണ്ടെങ്കിൽ n must be greater than or equal to 3. സോ ഇവിടെ നിന്ന് എന്ത് പറയാം? This is greater than or equal to 3 into m minus 2. 3 into m minus 2 which is equal to 3m minus 6. So നമുക്ക് എന്ത് കിട്ടി? 2m is greater than 3m minus 6 എന്ന് കിട്ടി. So minus m is greater than minus 6 will implies that m is less than 6. m എന്തായാലും എന്താ പറ്റുള്ളൂ? Less than 6 ആയേ പറ്റുള്ളൂ. സോ ഇവിടെ എന്ത് കിട്ടും നമുക്ക്? m ന്റെ ചോയ്സസ് ആകെ 5 എണ്ണമേ ഉള്ളൂ. m should be less than 6 എന്ന് പറയുമ്പോൾ m ഏതൊക്കെ ആവാം? m is equal to 1, 2, 3, 4, 5 ഇത്ര ആവാൻ പറ്റുള്ളൂ. ഓക്കെ, m should be 1, 2, 3, 4, 5. സോ ഇത് നമുക്ക് ഇക്വേഷനിൽ കൊടുക്കുക. ഇത് f into 2n minus mn plus 2m equal to 4m ൽ കൊടുക്കാം. സോ m equal to 1 കൊടുത്താൽ എന്താ നോക്കുക? m equal to 1 കൊടുത്താൽ m equal to 1 കൊടുത്തു കഴിഞ്ഞാൽ f into 2n minus n plus 2 okay plus 2 equal to 4 എന്ന് വരും. And this is 2n minus n is n. f into n plus 2 equal to 4 എന്ന് വരും. f into n plus 2 equal to 4. or നമ്മൾ ഇവിടെ നോക്കുമ്പോൾ m equal to 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? നമ്പർ ഓഫ് m എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? m is the number of edges meeting at each vertex അല്ലെ? അപ്പൊ ഒരു വെർട്ടെക്സ് ഇവിടെ എടുത്തു കഴിഞ്ഞാല് അതില് വരുന്ന എഡ്ജസ് എന്തായാലും അത് 1 ആവില്ല അല്ലെ? എന്തായാലും 1 ആവില്ല. കാരണം ഇതിലേക്ക് നമ്മളൊരു റെഗുലർ പോളിഗണാണ് പറയുന്നത്, അത് സിമ്പിൾ പോളിഹെഡ്ര ആവണം അല്ലെ? ഇത് 1 ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്തു? ഇവിടെ ക്ലോസ് ചെയ്തു, ഇവിടെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എന്താ വരുന്നത്? പിന്നെ ഇങ്ങനെയൊക്കെ ആയിരിക്കും ഷേപ്പ് വരിക അല്ലെ? ഇത് സിമ്പിൾ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ദിസ് ഈസ് ഹോമിയോമോർഫിക് ടു എ
ദിസ് ഈസ് ഹോമിയോമോർഫിക് ടു എ S2 അല്ലെ? ഈ ഇത്തരത്തിലുള്ള ഒരു ഷേപ്പ് ഹോമിയോമോർഫിക് ടു S2 ആവോ? ഇല്ല, കാരണം S2നോട് ഹോമിയോമോർഫിക് ആണെങ്കിൽ ഇവിടെ എന്തായാലും പറ്റുള്ളൂ, ക്ലോസ്ഡ് ആയേ പറ്റുള്ളൂ, എന്തായാലും ക്ലോസ്ഡ് ആയേ പറ്റുള്ളൂ. സോ അവിടെ എന്തായാലും എം എന്തില്ല, 1 വരില്ല. എം നോട്ട് ഈക്വൽ ടു 1 ആയിരിക്കും. പിന്നെ എമ്മിനുള്ള ചാൻസ് എന്താണ്, 2 ആണ് അല്ലെ? എമ്മിനുള്ള ചാൻസ് 2 ആണ്. എം ഈക്വൽ ടു 2 വരുമ്പോ നോക്കാം. എം ഈക്വൽ ടു 2 വരുമ്പോ നോക്കൂ, ഇതിലേക്ക് ഒന്ന് വന്നു. ഇതെന്താണ്, ഇവിടെ എം ഈക്വൽ ടു 2 ആണ്. എം ഈക്വൽ ടു 2 വരുമ്പോ നോക്കാം, എഫ് ഇൻറ്റു 2n മൈനസ് 2n പ്ലസ് 4 ഈക്വൽ ടു 4 into 8. So f into this is 0, 4 is equal to 8 and f is equal to 2. Only 2 phases. Okay, only 2 phases. അപ്പൊ 2 phase, only 2 phase വരുന്ന ഒരു സിമ്പിൾ പോളിഹെഡ്ര ഒരിക്കലും ഉണ്ടാവില്ല. 2 phase വരികയാണെന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും എന്താവില്ല, S2നോട് ഹോമിയോമോർഫിക് ആയിട്ട് വരില്ല. 2 ഫേസ് മാത്രമാണെന്നുണ്ടെങ്കിൽ നമുക്ക് നിങ്ങള് ഇതൊരു ഇതാണ്, 2 ഫേസ് മാത്രമാണ് ഈ പോളിഹെഡ്ര S2നോട് ഹോമിയോമോർഫിക് ആവില്ല. ഷുഡ് നോട്ട് ബി. ഓക്കെ, സോ നമുക്ക് എന്ത് പറയാം, എഫ് നോട്ട് ഈക്വൽ ടു എം ഇ നോട്ട് ഈക്വൽ ടു ആയിരിക്കും. അപ്പൊ പിന്നെ എമ്മിന് വരുന്ന ചാൻസ് ഏതാണ്, 3, 4, 5. അത് വരുമ്പോ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഓക്കെ, എം ഈക്വൽ ടു 3 വരുമ്പോ എന്താ നോക്കാം. എം ഈക്വൽ ടു 3 വരുമ്പോ എഫ് ഇൻറ്റു 2n മൈനസ് എം ഈക്വൽ ടു 3 വരുമ്പോ 3n പ്ലസ് 6 വരും അല്ലെ? 3n പ്ലസ് 6 ഈക്വൽ ടു 4 into 3, 12 വരും. ദാറ്റ് ഈസ് എഫ് ഇൻറ്റു 2n മൈനസ് 3n. ഓക്കെ, 2n മൈനസ് 3n വരും. 2n മൈനസ് 3n വരുമ്പോ മൈനസ് n പ്ലസ് 6 ഈക്വൽ ടു 12. എഫ് ഇൻറ്റു മൈനസ് n പ്ലസ് 6 ഈക്വൽ ടു 12. ഇവിടെ n എന്താണ്, n മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3. സോ ഇഫ് n ഈക്വൽ ടു 3, ഇഫ് n ഈക്വൽ ടു 3, n ഈക്വൽ ടു 3 വരുമ്പോ എന്താ നോക്കാം. ഓക്കെ, n ഈക്വൽ ടു 3 വരുമ്പോ f ഇൻറ്റു മൈനസ് 3 പ്ലസ് 6 ദാറ്റ് ഈസ് 3. f ഇൻറ്റു 3 ഈക്വൽ ടു 12. സോ f ഇസ് ഈക്വൽ ടു 4. സോ നമുക്ക് പെയർ എങ്ങനെ കിട്ടും, എം എൻ എഫ് എന്നുള്ള പെയർ. എം എൻ എഫ് എന്നുള്ള പെയർ കണ്ടാൽ മതി അല്ലെ? നമ്പർ ഓഫ് പോസിബിലിറ്റീസ് കാണാൻ എന്ത് ചെയ്താൽ മതി, എം എൻ എഫ് എന്നുള്ള പെയർ കണ്ടാൽ മതി. കാരണം എം വി ഈക്വൽ ടു 2e ഈക്വൽ ടു എൻ എഫ് ആയതുകൊണ്ട് വിയും ഇതൊക്കെ തമ്മിൽ റിലേറ്റഡ് ആണ്. സോ എം എൻ എഫ് എന്നുള്ള പെയർ കണ്ടാൽ നമുക്ക് എന്ത് കിട്ടി, എല്ലാ പോസിബിലിറ്റീസും കിട്ടും. സോ ഇതെന്തായിരിക്കും, എം എൻ എഫ് എന്നുള്ള പെയർ എം ഈക്വൽ ടു 3 ആണ്, n ഈക്വൽ ടു 3 ആണ്, 4. f is equal to 4. Now next possibility, if n equal to 4 വരുമ്പോ, if n equal to 4 വരുമ്പോ എന്താവുക, f into minus 4 plus 6, f into 2 equal to 12. So f is equal to എന്തായിരിക്കും, 12/2, 6 വരും. So what is the pair? Pair എന്ത് വരും, 3, 4, 6. അപ്പൊ 2 പേർ കിട്ടി. നെക്സ്റ്റ് വരുന്നത് n equal to 5 ആവുമ്പോ. ഓക്കെ, n equal to 5 ആവുമ്പോ എന്താ വരിക നോക്കാം. If n equal to 5, n equal to 5 ആവുമ്പോ f into minus 5 plus 6 വരും. f into minus 5 plus 6 equal to 12 വരും. That is f into 1. f into 1 വരും. f equal to 12 വരും. So pair is 3, 5, 12 വരും. ഇനി f equal to n equal to minus 6 and minus 6 f equal to n equal to 6 ഉം അതിന് മേലേക്കും ആവുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, നെഗറ്റീവ് വാല്യൂസ് കിട്ടും. എഫിന് ഒരിക്കലും നെഗറ്റീവ് വാല്യൂസ് വരില്ല. ഓക്കെ, സോ ബാക്കി പോസിബിലിറ്റീസ് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നോക്കുന്നില്ല. ഓക്കെ, സോ എം ഈക്വൽ ടു 3 വരുമ്പോഴുള്ള കേസസ് കഴിഞ്ഞു. സോ എം ഈക്വൽ ടു 3 വരുന്ന കേസിൽ നമുക്ക് എത്ര പെയർ കിട്ടി, 3 പെയർ കിട്ടി അല്ലെ? 3 പെയർ കിട്ടി. this one and 3, 3, 4. ഓക്കെ, 3, 3, 4 കിട്ടി. അങ്ങനെ 3 പെയർ കിട്ടി. സോ 3 പേരായി. നെക്സ്റ്റ് ഇനി നമുക്ക് നോക്കാനുള്ളത്, നമുക്ക് ആകെ 5 പേരാണ് കിട്ടേണ്ടത്. ഓക്കെ, അതാണ് നമ്മുടെ പ്രൂഫ്. അവിടെ നമ്മുടെ പ്രൂഫ് അവസാനിക്കും. സോ ഇഫ് എം ഈക്വൽ ടു 4, എം ഈക്വൽ ടു 4 ആകുമ്പോൾ എന്താ നോക്കാം. എം ഈക്വൽ ടു 4 ആകുമ്പോൾ ഈക്വേഷൻ എങ്ങനെയായിരിക്കും, എഫ് ഇൻറ്റു 2n മൈനസ് 4n പ്ലസ് 8 ഇസ് ഈക്വൽ ടു 16 വരും. ദാറ്റ് ഈസ് എഫ് ഇൻറ്റു 8 മൈനസ് 2n ഈക്വൽ ടു 16 വരും. ഇതിൽ നോക്കുക, ഇഫ്
n equal to 3 വരുമ്പോൾ എന്താ നോക്കാം. n greater than or equal to 3 ആണ്. സോ n equal to 3 വരുമ്പോ f into 8 minus 2 into 3 that is 8 minus 6 that is 2. f into 2 equal to 16 വരും. So f is equal to 8 വരും. So the pair is pair അല്ല replace m എത്ര വരും 4 3 8 4 3 8. Next if n equal to 4 വരുമ്പോ n equal to 4 വരുമ്പോ ഇവിടെ എന്താവും 8 minus 2 into 4 0 വരും. സോ f into 0 equal to 16. ഈ ഇക്വാലിറ്റി എന്ത് ചെയ്യില്ല ഹോൾഡ് ചെയ്യില്ല കാരണം ഇവിടെ 0 equal to 16 വരും. സോ ദിസ് ഇസ് നോട്ട് ഹോൾഡ്. സോ ഈ ഒരു കേസേ വരുന്നുള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് പോകുമ്പോഴോ n equal to 5 വരുമ്പോൾ എന്ത് വരും f into 8 minus 10 വരും. ദാറ്റ് ഈസ് f into minus 2 വരും. f into minus 2 equal to 16. f is equal to minus 8 വരും. അതെന്തില്ല പോസിബിൾ അല്ല. f നെഗറ്റീവ് വരാൻ പറ്റില്ല. സോ അവിടെ അത് പോസിബിൾ അല്ല. സോ ഒറ്റ പേരെ കിട്ടിയിട്ടുള്ളൂ 4 3 8. നെക്സ്റ്റ് ഇഫ് m equal to 5 വരുമ്പോൾ എന്താ നോക്കാം. m equal to 5 ലാസ്റ്റ് കേസ് ആണ്. m equal to 5 അപ്പൊ എന്ത് വരും f into 2n minus 5n plus 10 equal to 4 into 5 that is 20. Okay, this 20 വരും. അപ്പൊ എന്ത് വരും f into 2n minus 5n that is minus 3n plus 10 equal to 20 വരും. Okay, m equal to 5 വരുമ്പോ 20 വരും. So f into 10 minus 3n equal to 20. 10 minus 3n is equal to 20. So n equal to 3 കൊടുത്തു നോക്കാം. n equal to 3 കൊടുക്കുമ്പോ f into 10 minus 9 വരും. that is 1 equal to 20. അപ്പൊ ട്രിപ്പിൾ വരുന്നത് ഏതാണ് m 5 ആണ്. n equal to 3 ആണ്. 20 വരും. ഓക്കെ 20. നെക്സ്റ്റ് വരുമ്പോ n equal to 4 കൊടുക്കുമ്പോൾ ഇവിടെ എന്ത് വരും നെഗറ്റീവ് വരും. ഓക്കെ n equal to 4 കൊടുക്കുമ്പോൾ ഇവിടെ നെഗറ്റീവ് വരും. അതെന്തല്ല പോസിബിൾ അല്ല. സോ നമുക്ക് കിട്ടിയ എന്താണ് പോസിബിലിറ്റീസ് 5 പോസിബിലിറ്റീസ് ആണ്. ഓക്കെ 5 പോസിബിലിറ്റീസ് 5 3 20 4 3 8. നെക്സ്റ്റ് 3 യുടെ കേസിൽ വരുന്നത് 3 3 4 3 4 6 and 3 5 12. 3 5 12 1 2 3 4 5 അങ്ങനെ 5 കേസാണ് നമുക്ക് വരുന്നത്. സോ നമുക്ക് എന്ത് പറയാം there are only 5 regular polyhedra, simple polyhedra. Okay, so this is the proof. Thank you.